അഭിചേച്ചിക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യമൊന്നും എനിക്കറിയില്ല. വിഘ്നേശ്വരൻ ഇല്ലാതിരുന്നതുകൊണ്ടാ സൂരജിനെ സൈറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ആദർശേട്ടൻ അയച്ചത്. പക്ഷേ അഭിചേച്ചി അതിനെ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കണ്ടെത്തുക. അവൾ അങ്ങനെ പലതും പറയും മോളെ. അതൊന്നും കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്ന് തന്നെ വിഘ്നേശ്വരനെ സൈറ്റിലെ കാര്യങ്ങളെല്ലാം തിരിച്ചേൽപ്പിക്കും. അപ്പൊ സൂരജോ? സൂരജിനെ വേറെ കാര്യങ്ങൾ ഏൽപ്പിക്കാന്ന് ആദർശേട്ടൻ പറഞ്ഞത്. ആണോ? എന്നാ കുഴപ്പമില്ല. അല്ല, മോൾ എന്താ ഇന്ന് ഓഫീസിൽ പോകാതിരുന്നത്? അത് ആദർശേട്ടൻ എന്തോ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് പുറത്തു പോവും. അഭിചേച്ചി ഓഫീസിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മാറി നിന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ പോയാ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോ എന്തോ. ജീവിതത്തിൽ ഇതിലും വലിയ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചവൾ ആ മോളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് കരുതണ്ട. എല്ലാം ശരിയാകും. അതെ, ഞാനും ഭഗവാനോട് അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. മോളുടെ അമ്മായി ഒരു വിവാഹക്കാരി നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വിദ്യയ്ക്ക് വേണ്ടിയാ. ആഹാ, അമ്മായി അത് ഇവിടെയും പറഞ്ഞോ? അതെന്താ മോളെ? വിദ്യയ്ക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മതി വിവാഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മാവനും വിശാലേട്ടനും എല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മായി മാത്രം ഉടനെ നടത്തണമെന്നും പറഞ്ഞ് കല്യാണം ആലോചിക്കാൻ നടക്കുക. ഓ, അങ്ങനെയാണോ? വിദ്യയുടെ തീരുമാനമാ ശരി. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്നിട്ടേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവൂ. ശരിയല്ലേ മോളെ? അതെ ആന്റി, അത് തന്നെയാ ശരി. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. അരുതാത്ത വാക്കുകൾ ഒരാൾ നമ്മളോട് പറയുമ്പോ അതിന് ചെവി കൊടുക്കാതെ മനസ്സിൽ ഭഗവത് നാമം ഉച്ചരിച്ചു നിന്നാ മതി. അപ്പോ ഒരു നെഗറ്റിവിറ്റിയും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ. ശരി മോളെ. ഫ്രഷായോ? കുടിക്കാൻ ഞാൻ ഓറഞ്ച് ജ്യൂസാ പറഞ്ഞിരിക്കുന്നത്. വേറെ വല്ലതും വേണോ? എനിക്കൊന്നും വേണമെന്നില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് കുടിക്ക്. ഞാൻ കാരണം സൂരജിന് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ വലിയ ബുദ്ധിമുട്ടായി. ഒന്ന് പോ വിദ്യ. തനിക്കെന്തിനാ എൻ്റെ അടുത്ത് ഈ ഫോർമാലിറ്റിയൊക്കെ? നമ്മൾ അന്യരൊന്നും അല്ലല്ലോ. അതല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവരെന്നെ ചതിക്കുമെന്നൊരു ചിന്തയോ തോന്നലോ എനിക്കില്ലായിരുന്നു. അത് താൻ എല്ലാവരും വിശ്വസിക്കുന്ന പ്രകൃതി ആയതുകൊണ്ടാ. ദിനേശിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. അവൻ്റെ സ്വഭാവം ശരിയല്ലാന്ന് ബോധ്യമുള്ളത് കൊണ്ടാ വിദ്യയെ അവൻ്റെ കാറിൽ കണ്ടപ്പോൾ ഞാൻ ഫോളോ ചെയ്തത്. അതെന്റെ ഭാഗ്യമായി. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ. ഇനി എന്തിനാ ഈ ടെൻഷൻ? ഒന്നും സംഭവിച്ചില്ലല്ലോ. തൽക്കാലം ഇതൊന്നും താൻ വീട്ടിൽ പറയണ്ട. ധന്യൻ്റെക്ക് ഇത്രയും കേട്ടാൽ മതിയാവും BP കൂടാൻ. വെറുതെ എന്തിനാണൊരു പ്രശ്നം? അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്നെ കെട്ടിച്ചുവിടാൻ ധൃതിയായി. മീരയുടെ വിവാഹം കഴിഞ്ഞ നാളെ മുതൽ എന്റെ വിവാഹകാര്യം പറഞ്ഞ് വഴക്കാ. അതിന് ആന്റിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മീരയേക്കാൾ മൂത്തതല്ലേ വിദ്യ. അപ്പൊ പിന്നെ അമ്മ അങ്ങനെ ആഗ്രഹിക്കില്ലേ? അമ്മ ആഗ്രഹിച്ചതുകൊണ്ടായില്ലല്ലോ. എനിക്കും കൂടെ തോന്നണ്ടേ? വേണം. തനിക്കെന്താ വിവാഹത്തോട് താല്പര്യമില്ലേ? വിവാഹത്തോട് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. ആ ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. താനാള് കൊള്ളാലോ. എനിക്ക് തോന്നുന്നത് ആരോ തൻ്റെ മനസ്സിലുണ്ടെന്നാ. സത്യം പറ, താൻ ആരെയോ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്താ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ, എനിക്കൊരാളെ ഇഷ്ടാ. ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. ആളിനും അറിയില്ല. ആരാ കക്ഷി? ആദ്യം അറിയുന്ന ആള് ഞാനായിക്കോട്ടെ. ആദ്യം ഞാൻ സൂരജിനോട് തന്നെ പറയൂ. പക്ഷേ അതിപ്പോ വേണ്ട. അതിനുള്ള സമയമായിട്ടില്ല. അതെന്താണോ? അതിന് പ്രത്യേക സമയം നോക്കണോ? വേണമെന്ന് കൂട്ടിക്കോ. എന്റെ മനസ്സില് ആ പ്രണയത്തിനൊരു വലിയ വിലയുണ്ട്. ഒരു പക്ഷേ എനിക്കൊപ്പം വളർന്നതാ ആ പ്രണയവും.
അപ്പോ വർഷങ്ങളായിട്ടുള്ള റിലേഷൻ ആണല്ലേ? അതെ. പക്ഷേ ഒരു തമാശയുണ്ട് സൂരജ്. അതെന്താ? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്ക് ഈ കാര്യം അറിയില്ല. സത്യം പറഞ്ഞ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. അത് കൊള്ളാലോ. അപ്പോ വിദ്യ സ്നേഹിക്കുന്ന ആളിന് മറ്റാരെങ്കിലും ഇഷ്ടമാണെങ്കിലോ? അത് തനിക്ക് വിഷമാവില്ലേ? ഇല്ല, എനിക്കറിയാം ആ ആൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ആ ഒരു വിശ്വാസത്തിലാ ഞാൻ മുന്നോട്ട് പോകുന്നേ. സത്യം പറയാലോ, വിദ്യയുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാൻ വിചാരിച്ചത് നൃത്തത്തോടുള്ള ക്രൈസ് കൊണ്ടാവും വിദ്യ വിവാഹം കഴിക്കാത്തെന്നാ. നൃത്തം എനിക്ക് പ്രിയപ്പെട്ടതാ. പക്ഷേ അതിന്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വെക്കണോ? കാരണം എന്നെ വിവാഹം കഴിക്കുന്ന ആൾക്ക് എന്റെ ഇഷ്ടങ്ങളെയും ഇഷ്ടപ്പെടാൻ സാധിക്കില്ലേ? സാധിക്കുമായിരിക്കും. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. സൂരജ് ആണെങ്കിൽ എന്താ ചെയ്യാ? ഞാനോ? ആ അതെ, സൂരജ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കോ? ഉറപ്പായി. പ്രണയം പൊസസീവ് ആവാം, പക്ഷെ സെൽഫിഷ് ആവാൻ പാടില്ലെന്നാ എന്റെ സ്റ്റാൻഡ്. നമ്മുടെ പാർട്ട്ണറാവാൻ പോകുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. ആ അതാ ഞാൻ പറഞ്ഞേ, അത്തരം പേടിയൊന്നും എനിക്കില്ല. എന്റെ ടെൻഷൻ ഒരു കാര്യത്തിലാ. എന്റെ ഇഷ്ടം അയാൾ അംഗീകരിക്കാതിരിക്കോ? എന്നെ വേണ്ട, എന്നെ ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തന്നെ ആർക്കാടോ ഇഷ്ടമാവാത്തത്? വിദ്യ നല്ല കുട്ടിയല്ലേ? ഏതൊരാണോ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കഴിവുകളും അടക്കവും ഒതുക്കവും സൗന്ദര്യവും എല്ലാം വിദ്യയ്ക്കുണ്ട്. പിന്നെ എന്തിനാ ടെൻഷൻ? താൻ ധൈര്യമായിട്ട് തൻ്റെ മനസ്സ് തുറന്ന് കാര്യം പറ. പ്രണയം മനസ്സ് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. അത് പറയേണ്ട സമയത്ത് തുറന്നു പറയണം. എങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാവൂ. സൂരജിന്റെ സംസാരം കേട്ടപ്പോ മനസ്സിനൊരു ധൈര്യം. ഇനി വൈകാതെ ഞാൻ എന്റെ പ്രണയം തുറന്നു പറയും. വണ്ടി ഒന്ന് നിർത്താമോ? എന്തൊരു വിദ്യ? പറയാം, ഒന്ന് നിർത്ത് പ്ലീസ്. എന്താണോ? എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? എനിക്കൊരു അസുഖമുണ്ട്, അത് സത്യ. പക്ഷേ അതിനുള്ള മരുന്ന് ഒരു ഹോസ്പിറ്റലിലും പോയാലും കിട്ടില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. ഒരുപാട് വർഷങ്ങളായി എന്റെ മനസ്സിൽ ഞാനായിട്ട് തന്നെ അടക്കി വെച്ച സത്യം. ഞാൻ എന്നെക്കാൾ സ്നേഹിക്കുന്ന ആള് അത് സൂരജാണ്. അതെ, സത്യം ഞാൻ പറഞ്ഞത്. വിദ്യ എന്തായി പറയുന്നത്? സൂരജല്ലേ എന്നോട് പറഞ്ഞത് എന്റെ പ്രണയം തുറന്നു പറയണമെന്ന്. അത് പറയാൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ലെന്ന് തോന്നി. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞു. വെറുതെ തമാശ പറയല്ലേ വിദ്യ. തമാശയോ? വർഷങ്ങളായി എന്റെ മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്ന രഹസ്യം ഇത്. എനിക്ക് സൂരജിനെ ഒരുപാട് ഇഷ്ടാ. ഒരുപക്ഷെ സൂരജ് ചിന്തിക്കുന്നതിലും ഇരട്ടി. ഇതൊക്കെ ഈ പ്രായത്തില് പെൺകുട്ടികൾക്ക് വെറുതെ തോന്നുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ വിദ്യ എന്നെ ഇത് മറക്കും. അങ്ങനെ മറക്കാനാണെങ്കിൽ ഞാൻ എപ്പോഴേ മറന്നു പോവേണ്ടതാ. കുട്ടിക്കാലത്ത് എന്നോ തോന്നിയൊരിഷ്ടം. അന്നൊക്കെ എനിക്കും തമാശയായിരുന്നു. പക്ഷേ ഞാൻ വളർന്നതിനൊപ്പം ആ ഇഷ്ടവും വളർന്നു. സത്യം പറയാലോ, ഞാൻ ഡാൻസ് പഠിക്കാൻ പോയതിന് കാരണം സൂരജ. ഞാനോ? അതെ, പണ്ട് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് സൂരജ പറഞ്ഞത് സൂരജ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഒരു നർത്തകിയായിരിക്കുമെന്നും സൂരജിന് ഡാൻസ് ഒത്തിരി ഇഷ്ടമാണെന്നും. എന്താ വിദ്യ ഇത്?
തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ പറയും? അതൊക്കെ എങ്ങനെ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. സൂരജ് വെറുതെ നുണ പറയണ്ട. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും കാണാൻ സൂരജ് വന്നിട്ടുണ്ട്. മറ്റാരും സൂരജിനെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിൽക്കുമ്പോഴും എന്റെ കണ്ണുകൾ തിരഞ്ഞത് സൂരജിനെയായിരുന്നു. എന്താ മിണ്ടാത്തെ? ഇപ്പോഴും ഞാൻ പറയുന്നത് കള്ളമാണെന്നാണോ പറയാൻ പോകുന്നത്? ഡാൻസ് കാണാൻ വന്നെന്ന് കരുതി അത് പ്രണയം കൊണ്ടാണോ? എന്താ വിദ്യ, എന്തിനാ ഇത്ര സില്ലിയായിട്ട് ചിന്തിക്കുന്നത്? എന്തിനാ സൂരജ് നുണ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം ഈ മനസ്സില് ഞാനുണ്ടെന്ന്. എന്റെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാനും കഴിയില്ലെന്ന്. കുറച്ചു നാളുകൾക്ക് മുന്നേ ഞാൻ എന്റെ പ്രണയം പറയണമെന്ന് കരുതിയതാ. പക്ഷെ ആ സമയങ്ങളിൽ സൂരജ് മറ്റൊരാളായിരുന്നു. തെറ്റായ വഴികളിലേക്ക് സൂരജ് സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച വേദനയും വിഷമവും സൂരജിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ എന്റെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാവും ഈശ്വരൻ എനിക്ക് സൂരജിനെ തിരിച്ചു തന്നു. സൂരജിന്റെ മനസ്സിൽ നിന്നും വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി. വിദ്യയെ, ഞാൻ പറയുന്നത് താൻ മനസ്സിലാക്ക്. നമ്മൾ തമ്മിൽ എത്ര വലിയ സ്നേഹമാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കില്ല. എൻ്റെ അമ്മയും തൻ്റെ അമ്മയും തമ്മിലുള്ള വഴക്ക് ഞാൻ വിദ്യയ്ക്ക് പറഞ്ഞു തരണ്ടല്ലോ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരില് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാവുന്ന ഒന്നല്ല എന്റെ സ്നേഹം. വിദ്യ പ്ലീസ്, തനിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പയ്യനെ കിട്ടും. പിന്നെന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലിട്ട് നേരം കളയുന്നത്? അല്ലെങ്കിൽ തന്നെ വിദ്യ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് നൃത്തത്തില. തൻ്റെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഇനിയും വരും. ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. എനിക്ക് സൂരജിനേക്കാൾ വലുതല്ല നൃത്തം. പിന്നെ എന്റെ വീട്ടുകാര്, എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇനി ഒരുപക്ഷെ ആരും സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് സൂരജിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു വിവാഹം ഉണ്ടാവില്ല. സൂരജ് എന്തിനാ ടെൻഷനാവുന്നേ? ഇന്നോ നാളെ വിവാഹം കഴിക്കാനല്ലല്ലോ ഞാൻ പറയുന്നത്. എനിക്കറിയേണ്ടത് സൂരജിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനം ഉണ്ടോന്ന് മാത്രമാണ്. ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സൂരജിന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കണം, അത്രമാത്രം. എന്താ മിണ്ടാത്തെ? വിദ്യ വന്ന് വണ്ടി കയറും. വീട്ടിലേക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ധൃതിയുണ്ട്. സൂരജ് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. വിദ്യേ, 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 വിദ്യ ഒന്ന് നിന്നെ. എന്താ അമ്മേ? അല്ല, നീ എന്നെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാതെ നേരെ ഇങ്ങ് വന്ന എന്താ? അതല്ലല്ലോ പതിവ്. അമ്മയോട് പറയാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലായിരുന്നു. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് തോന്നിയതൊന്നും അല്ല. നീ എങ്ങനെ വന്നത്? വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. നടന്നാ വന്നതല്ലേ? വെറുതെ അല്ല മുഖം ആടിയിരിക്കുന്ന. എന്തിനാ വിദ്യ നീ വെയില് മുഴുവൻ കൊണ്ടത്? നിനക്കൊരു ഓട്ടോ വിളിച്ച് പോരായിരുന്നില്ലേ? ഞാൻ നടന്നല്ല വന്നത്,
സൂരജിന്റെ കൂടെയോ? സൂരജിന്റെ കൂടെയോ? എന്നിട്ട് അവനെവിടെ? സൂരജിനെ ഇവിടെ വിട്ടിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നും കേറുന്നില്ലെന്നും പറഞ്ഞു പോയി. നിനക്കിത് എന്തിന്റെ കേടാ വിദ്യേ? ഏതെങ്കിലും പെൺപിള്ളേർ അവന്റെ കൂടെ യാത്ര ചെയ്യോ? സൂരജിന്റെ കൂടെ വന്ന എന്താ കുഴപ്പം? അവനെ പോലെ ഒരു തല്ലിപ്പൊളി ചെറുക്കന്റെ കൂടെ നിന്നെ ആരെങ്കിലും കണ്ടാലേ അതിന്റെ ദോഷം നിന്റെ ഭാവിക്ക് തന്നെയാ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല, വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയാ. ഇനി അധികം വൈകാതെ നിനക്ക് വിവാഹം നോക്കണം. ആ സമയത്ത് ഇതൊക്കെ വലിയ പ്രശ്നമാവും. അമ്മ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നെ? ഒരാണും പെണ്ണും ഒന്നിച്ച് യാത്ര ചെയ്താലോ സംസാരിച്ചാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എടി മോളെ, കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും ഈ കാര്യത്തില് ഇന്നും ആളുകളുടെ ചിന്താഗതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ സൂരജിന്റെ സ്വഭാവം ശരിയല്ല. അവനെ വിശ്വസിച്ച് നീ എങ്ങനെ വണ്ടി കയറിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കൊരു ഓട്ടോയിലോ ടാക്സിയിലോ പോരായിരുന്നില്ലേ? ഞാൻ സൂരജിനെ തിരക്കി പോയതൊന്നും അല്ല. വഴിയിൽ വെച്ച് അവിചാരിതമായി ഞാൻ സൂരജിനെ കണ്ടതാ. ഈ വഴിക്കായതുകൊണ്ട് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനെ ഇനി അമ്മ ചിന്തിച്ച് വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ആക്കണ്ട. നിനക്കങ്ങനെയൊക്കെ പറയാം. ഇതിനി ആ വീണു അറിയുമ്പോഴോ? ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നെന്ന് പോലും നിങ്ങൾക്കും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? പിന്നെ നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഞാനും സൂരജും തമ്മിൽ കണ്ട മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളെല്ലാം ഒന്നിച്ച് കളിച്ച് വളർന്ന റിലേറ്റീവ്സാ, അതിലുപരി ഫ്രണ്ട്സും ആണ്. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ദേ വിദ്യ, നീ നിന്റെ ഏത് ഫ്രണ്ട്സിന്റെ കൂടെ വേണമെങ്കിലും യാത്ര ചെയ്തോ, അത് ഞാൻ ക്ഷമിക്കും. പക്ഷെ ഇവനുമായിട്ട് ഒരു ഇടപാടും വേണ്ട. ആ തള്ളയുടെ തനി സ്വഭാവം അവൻ. അവൾക്ക് ആരോട് സ്നേഹമോ കടപ്പാടോ നന്ദിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ അവനും. ഇപ്പൊ ആ മീരെ ആദർശിനെ പറ്റിക്കാൻ അവൻ നല്ല പിള്ള കളിക്കുന്നുണ്ട്. അതൊക്കെ ആ തള്ളയുടെ മോന്റെ അഭിനയോ. അവരുടെ സ്വത്തടിച്ച് മാറ്റാനുള്ള ഐഡിയ അത്. അതുകൊണ്ട് ആ പാവം ഹരിയും മീരയൊക്കെ അവൻ നന്നായി അങ്ങ് വിചാരിച്ചിരിക്കുക. അത് സത്യമല്ലെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? ചെറുപ്പം മുതൽ ഞാൻ സൂരജിനെ കാണുന്നതല്ലേ. സൂരജിന്റെ സ്വഭാവത്തില് അമ്മ ഈ പറയുന്നത് പോലെ അത്രയും പ്രശ്നമുള്ളതായെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആൺകുട്ടികളെ ഫ്രണ്ട്സൊക്കെ ആയി കൂടുമ്പോ ചെറിയ ഉഴപ്പുകളൊക്കെ ഉണ്ടാവും. അതൊരു പ്രായം കഴിയുമ്പോ മാറുകയും ചെയ്യും. ആഹാ, പറയുന്ന കേട്ടാലേ നിനക്കവന്റെ എല്ലാ കാര്യം അറിയാവുന്ന പോലെയാണല്ലോ. പെണ്ണെ, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു, അവനുമായിട്ട് ഒരു ഇടപാടും നമുക്ക് വേണ്ടെന്ന്. വിശാലിനെ പോലെ അവനോട് കൂട്ടുകൂടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ നിന്നെ. അമ്മേ, ഞാനൊരു കൊച്ചുകുട്ടിയൊന്നും അല്ല. എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് തരണം. ഇല്ല മോളെ, ഇന്ന് വരെ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാനും നിന്റെ അച്ഛനും അല്ലേ. ഞങ്ങളല്ലേ നിനക്ക് വേണ്ടതൊക്കെ തെരഞ്ഞെടുത്ത് തന്നത്. ഇനിയും അതുപോലെ തന്നെ മതി. ഞങ്ങൾ എന്തെങ്കിലും കാര്യം നിനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടാത്തത് തന്നെ. എന്റെ അമ്മ ഇത് കുറച്ച് ഓവറാ. ഒന്നാമതേ എനിക്ക് തല പെരുത്തിരിക്കുക. അതിന്റെ കൂടെ അമ്മയുടെ ഈ സ്വൈരക്കേട് കൂടി തരരുത്. അമ്മ ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സൂരജിന്റെ കൂടെ ഈ വാതിൽക്കല വരെ വന്നത് അത്ര വലിയ തെറ്റായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സൂരജിന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് സൂരജിനെ ഇവിടെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുമെന്ന വിശ്വാസം കൊണ്ട് തന്നെയാ. ആ വിശ്വാസം എനിക്കുള്ള കാലത്തോളം ഞാൻ സൂരജിന്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യും. അമ്മയ്ക്ക് സൂരജിനോടല്ല ദേഷ്യം, ബീനാന്റിയോടാ. മറ്റൊരാളോടുള്ള ദേഷ്യത്തിന് വേറൊരാളെ കുറ്റം പറയുന്നത് മോശമാണ്. എടി മോളെ, അമ്മേ, ഞാനത് ഫ്രഷ് ആവട്ടെ.
അഭി വന്നതുകൊണ്ടാണോ താനിന്ന് ഓഫീസിൽ വരുന്നില്ലെന്ന് തീരുമാനിച്ചത്? ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഓഫീസിലെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാലോ എന്ന് കരുതി. അങ്ങനെ ചിന്തിച്ചാൽ എത്ര നാൾ തനിക്ക് മാറി നിൽക്കാൻ പറ്റും? മനസ്സിൽ ഒരുപാട് ദേഷ്യമുള്ളപ്പോ വരും വരായികകളൊന്നും ചിന്തിക്കാതെ മൂർച്ചയുള്ള വാക്കുകൾ പറയുകയും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നെ കാണുന്നത് അഭിചേച്ചിക്ക് ദേഷ്യ. ഞാനിനി ഓഫീസിൽ വന്ന് ഒരു ട്രിഗറായി ദേഷ്യം കൂട്ടണ്ടെന്നേ കരുതിയുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ അതിനെ പേടിച്ച് മാറി നിൽക്കുന്നത് ശരിയാണോ? അതോ അതിനെ നമ്മൾ നേരിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതാണോ നല്ലത്?